എയ്ഡ്സ് പരത്തണം എന്നൊരൊറ്റ ഉദ്ദേശത്തിന്റെ പുറത്ത് ഒരു 10 വയസ്സുകാരനോട് ലൈംഗിക അതിക്രമം. അത് 2022 നടന്ന കഥ. പ്രതിയെ പിടികൂടി നിയമത്തിന് മുന്നിലെത്തിച്ചു. പ്രതിക്ക് 3 ജീവപര്യന്തവും 22 വർഷം കഠിന തടവുമാണ് ശിക്ഷ വിധിച്ചത്. പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ശിക്ഷാവിധി. മുതൽ എയ്ഡ്സ് ബാധിതനാണ് പ്രതി. രോഗിയാണ് എന്നറിഞ്ഞിട്ടും 2020 10 വയസ്സുകാരനെ പീഡനത്തിന് ഇരയാക്കി. 5ാം ക്ലാസ്സുകാരന്റെ മാതാപിതാക്കളുമായി മുൻപരിചയമുണ്ടായിരുന്നയാളാണ് ഇയാൾ. ഈ ബന്ധത്തിലൂടെ കുട്ടിയുമായി അടുക്കുകയായിരുന്നു. മൊബൈലിൽ ലൈംഗിക രംഗങ്ങൾ കുട്ടിയെ കാണിച്ചു കൊടുത്ത നിരവധി തവണ പീഡിപ്പിച്ചു എന്നാണ് കേസ്. തെന്മല പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പുനലൂർ പോക്സോ അതിവേഗ കോടതി ജഡ്ജി TD ബൈജു ശിക്ഷ വിധിച്ചു. 3 ജീവപര്യന്തവും 22 വർഷം കഠിന തടവും 1,05,000 രൂപ പിഴയും അടയ്ക്കണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 9 മാസം അധിക തടവ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു എയ്ഡ്സ് രോഗി അത് അറിഞ്ഞുകൊണ്ട് അത് പകർത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു 10 വയസ്സുള്ളൊരു ബാലിനെ ലൈംഗികമായി പീഡിപ്പിച്ചത്. എന്തായാലും പോക്സോ കേസുകളിൽ വളരെ കർക്കശമായ ശിക്ഷകൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കേസിലെ വിധിയെന്ന് പ്രത്യേകം എനിക്ക് പറയേണ്ടി. ഇരയായ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.